തലമുടിയിലെയും തലയോട്ടിയിലെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹോം റെമഡികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പലതും ഒരു പരിധിവരെ നമുക്ക് ഗുണം ചെയ്യാറുമുണ്ട്. എന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും പലർക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് വിട്ടുമാറാത്ത തലവേദന. അപ്പോൾ മുടി സംരക്ഷണത്തോടൊപ്പം തന്നെ ഇത്തരത്തിലെ വിട്ടുമാറാത്ത തലവേദനയ്ക്കുമുള്ള പരിഹാരമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള വെറും 3 സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിട്ടുമാറാത്ത തലവേദനയ്ക്കുള്ള പരിഹാരം നമുക്ക് കാണാവുന്നതാണ്. ഇതിനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് നെല്ലിക്കയാണ്. അത് ഇത്ര എണ്ണം എന്നൊന്നുമില്ല, കാരണം നമ്മൾ ഇതിൻ്റെ നീരാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര നീര് നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള നെല്ലിക്ക എടുക്കുക. നെല്ലിക്ക ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക. ഈ നെല്ലിക്കയോടൊപ്പം നമുക്ക് കുറച്ച് കരിഞ്ജീരകം കൂടി വേണം. അതും ഇന്ന അളവെന്ന് പറയാനില്ല, കാരണം നമ്മൾ എടുക്കുന്ന നീര് എത്രയാണോ അതിൻ്റെ അനുസരിച്ച് 1-2 സ്പൂണ് വേണ്ടി വരും. ഞാനിപ്പോൾ ഒരു വലിയ സ്പൂണിന് 1 സ്പൂണ് കരിഞ്ജീരകമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നെല്ലിക്ക നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒന്നുകിൽ ഇടികല്ലിലോ അല്ലെങ്കിൽ മിക്സിയിലോ വെച്ച് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ട് ഇതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒന്നുകിൽ കോട്ടൺ തുണി വെച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു അരിപ്പ വെച്ച് എടുക്കാം. കോട്ടൺ തുണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ നെല്ലിക്കയുടെ കറയൊക്കെ ആകും. അപ്പോൾ അരിപ്പയിലാകുമ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. അപ്പോൾ അരിപ്പയാണെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്ന എല്ലാ സാധനങ്ങളിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് ഈ അരിപ്പയിൽ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്താൽ അതിൻ്റെ നീരെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം ഞാനിതൊരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് എടുത്തത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു അളവ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുപ്പി ഗ്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്കിത് മാറ്റിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്, അതായത് നല്ല നാടൻ വെളിച്ചെണ്ണ. എത്ര നീരാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുപ്പി ഗ്ലാസ് തന്നെ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കൃത്യമായിട്ടൊരളവ് കാണാൻ പറ്റും. ഇനി നമുക്ക് എണ്ണ കാച്ചാനുള്ള ചട്ടിയിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് എടുക്കുന്നത്. ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇരുമ്പ് ചട്ടിയിലൊക്കെ എണ്ണ കാച്ചി എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഗുണം കൂടുതലുണ്ടെന്നൊക്കെ പഴമക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത് എണ്ണ കാച്ചാൻ മാത്രം ഉപയോഗിക്കുന്നൊരു ചട്ടിയാണ്. അപ്പോൾ ഇതിലിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്തൊന്നും നമ്മൾ തീ കത്തിച്ചിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കരിഞ്ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചെടുക്കുക. തീ കത്തിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് ഇതൊന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ നമ്മൾ കുറച്ച് വയ്ക്കുക. ഇത് മറ്റൊരാൾ പറഞ്ഞു തന്ന അറിവ് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഹോം റെമഡി ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിൽ പറഞ്ഞതനുസരിച്ചിട്ട് ഈ മിക്സ് ഒന്ന് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാമെന്നാണ്. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ ഈ എണ്ണ പെട്ടെന്ന് ചീത്തയായി പോകും. അതിന് പകരം ഇത് നന്നായി തിളപ്പിച്ചതിന് ശേഷം പത വറ്റിച്ചെടുക്കുക എന്ന് പറയും. അതായത് നല്ല രീതിയിൽ കാച്ചിയെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് നാൾ ഈ എണ്ണ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തീ കുറച്ചിട്ട് എണ്ണ ഇതേ രീതിയിൽ അതിൻ്റെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു വരും. കുറഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ നമ്മൾ ആ ഇളക്കുന്ന സ്പൂണിൽ ഒരു ടാറ് പറ്റിയിരിക്കുന്നത് പോലെ ഉള്ള ഒരു പരുവത്തിലാകുമ്പോൾ എണ്ണ ഏകദേശം ആയെന്ന് മനസ്സിലാക്കാം. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഈ എണ്ണ ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങ് കരിയാൻ നിൽക്കരുത്, കാരണം അപ്പോൾ എണ്ണയ്ക്ക് ഒരുപാട് കളർ വ്യത്യാസമുണ്ട്. ഒരു റെഡിഷ് കളറിലോട്ട് എണ്ണ മാറും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണയ്ക്ക് വലിയ കളർ വ്യത്യാസമൊന്നും വരുന്നില്ല. ഈ എണ്ണ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വീടിനുള്ളിലെല്ലാം നല്ലൊരു സ്മെല്ലായിരിക്കും. ആ സ്മെല്ല് തന്നെ അങ്ങോട്ട് വലിച്ചു കയറ്റുമ്പോഴേ നമുക്ക് പകുതി ഒരു ആശ്വാസം തോന്നും. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്യാൻ കാരണം എൻ്റെ സഹോദരന് വർഷങ്ങൾ കൊണ്ട് വിട്ടുമാറാത്ത തലവേദനയുള്ളതാണ്. അവന് സൈനസിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതേപോലെ മൂക്കിൽ ദശ വളരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ്. ഓപ്പറേഷൻ കഴിയുമ്പോൾ കുറച്ച് കാലത്തേക്ക് അതിനൊരു വ്യത്യാസം വരും. വീണ്ടും ഇതേ പ്രശ്നം റിപ്പീറ്റ് ചെയ്യും. അപ്പം സഹിക്കാൻ പറ്റാത്ത തലവേദന ആയിരുന്ന സമയത്താണ് ഇതേപ്പറ്റി അറിയുന്നത്. അങ്ങനെ ഞങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി. ഏതാണ്ട് ഇപ്പോൾ ഒരു 3-4 വർഷത്തോളമായിട്ട് അവൻ ഇങ്ങനെ ഈ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു നമ്മുടെ ഒരാവശ്യത്തിന് കുറച്ച് ഉച്ചയിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരു 2-3 തുള്ളി വെച്ചാലും നമുക്ക് എഫക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ അവൻ ചെയ്ത് അവന് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്കും വിട്ടുമാറാത്ത മൈഗ്രെയിൻ ഉള്ളതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ കാച്ചിയെടുക്കുന്ന എണ്ണ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇട്ട് കാച്ചിയെടുക്കുന്ന എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്യുമ്പോൾ എനിക്ക് ആ തലവേദനയുടെ പ്രശ്നങ്ങൾ മാറാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഡെലിവറിക്ക് ശേഷം മോനെ വെച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണയൊക്കെ മസാജ് ചെയ്ത് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ എണ്ണ കാച്ചാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഞാനും ഈ എണ്ണ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പം എനിക്കും നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്.
കാരണം 7 വർഷങ്ങൾക്ക് ശേഷമാണ് മോനുണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന മുടിയൊക്കെ ഒരുപാട് കൊഴിഞ്ഞു. ഡെലിവറിക്ക് ശേഷവും കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വലിയൊരു പ്രശ്നം മെഡിസിൻ്റെ എഫക്റ്റായിട്ട് നന്നായിട്ട് നര വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു എണ്ണ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് റിസൾട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് സാധാരണ ഞങ്ങൾ ചെയ്യാറുള്ളത് ഈ ചട്ടിയിൽ തന്നെ ഇത് ഒരു ദിവസം അടച്ചു വെച്ചിട്ട് വീണ്ടും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിച്ചെടുക്കുമ്പോഴും നമ്മൾ എടുക്കുന്ന അരിപ്പയും അതുപോലെ എടുക്കുന്ന ബോട്ടിലും ഒക്കെ നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിങ്ങനെ എണ്ണയൊക്കെ കാച്ചി വയ്ക്കുമ്പോൾ എപ്പോഴും ഒരേ കുപ്പിയിൽ തന്നെ ഇങ്ങനെ ഒഴിച്ച് വയ്ക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോട്ടിലൊന്ന് മാറ്റി കൊടുക്കുക. എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ് നല്ലത്. അപ്പോൾ അത് വല്ലപ്പോഴും ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ഇതേപോലെ ബോട്ടിലുകളൊന്ന് മാറ്റി കൊടുക്കുക. അതും എണ്ണ ഒക്കെ പെട്ടെന്ന് ചീത്തയാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ്. ഇപ്പോൾ ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് എണ്ണയെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ടാർ പോലെയുള്ള ഒരു സാധനം ഇതിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടിയ തണുത്ത് കഴിയുമ്പോൾ ഇത്രയും കട്ടിയിൽ ഇതിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് കളർ വ്യത്യാസമൊന്നുമില്ല. കുളിക്കുന്നതിന് മുമ്പ് ഇത് തേക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.